ഹായ് കുട്ടികളെ, ഇന്ന് എക്സാം കഴിഞ്ഞവരുമുണ്ട്, ഇനി നാളെയും മറ്റന്നാളും എക്സാം ഉള്ളവരുമുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി നാളെ എക്സാം ഉള്ളവർക്ക് നാളെയും മറ്റന്നാളും ഇന്നലെ ഇടണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ സമയം കിട്ടിയില്ല. അപ്പോൾ ഇന്നലെ ഒഫീഷ്യൽ ലെറ്റർ ഇട്ടിരുന്നു. അപ്പോൾ ഇതൊരു ബിസിനസ് ലെറ്ററാണ്. ഓക്കെ, അപ്പോൾ ബിസിനസ് ലെറ്റർ ഒഫീഷ്യൽ ലെറ്റർ ഇന്ന് കഴിഞ്ഞതാണ്. ഇന്ന് രാവിലെ ഗവൺമെൻറ് ലെറ്ററാണ് വന്നത്, ഉച്ചയ്ക്ക് ഒഫീഷ്യൽ ലെറ്ററാണ് വന്നത്. അപ്പോൾ ബിസിനസ് ലെറ്ററാണ് ഇനി അടുത്തത് പറഞ്ഞു തരാമെന്ന് പറഞ്ഞത്. ബിസിനസ് ലെറ്റർ അത് നമ്മൾ ആദ്യം ഹെഡിങ് അടിക്കണം. ഹെഡിങ് അടിക്കുമ്പോഴത്തേക്ക് ബിസിനസ് ലെറ്റർ കമ്പനിയുടെ പേര്, ആദ്യം ഒരു കമ്പനിയുടെ പേരടിക്കണം. ഇതിൽ ഈ ക്വസ്റ്റ്യനിൽ കമ്പനിയുടെ പേരെന്ന് കണ്ടോ, ഫ്രമ്മിലുള്ളതാണ് കമ്പനിയുടെ പേര്. ജാറ്റിൻ ആൻഡ് ബ്രദേഴ്സ് ലിമിറ്റഡ്, ഇതാണ് കമ്പനിയുടെ പേര്. അതെവിടെ അടിക്കണം? ഹെഡിങ്ങിൽ അടിക്കണം. ക്യാപിറ്റൽ ലെറ്ററും ആയിരിക്കണം. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ, എന്നാലും ഒന്നുകൂടി പറഞ്ഞു തരാം. അപ്പോൾ അത് ഹെഡിങ്ങിൽ അടിച്ചിട്ട് പിന്നെ അതിൽ തന്നെ ഫ്രമ്മിലുള്ള പ്ലേസാണ്, ശ്രദ്ധിക്കണം. ഫ്രമ്മിലുള്ളതാണ് പ്ലേസ്. ഫ്രമ്മിലുള്ള ലജ്പത് നഗർ, ഇതാണ് പ്ലേസ് അടിക്കാനുള്ളത്. ലജ്പത് നഗർ വലതുവശത്താണ് സ്മാൾ ലെറ്ററിൽ. ആദ്യത്തെ അക്ഷരം മാത്രം ക്യാപ്സും ബാക്കി സ്മാളും, അതറിയാം. എന്നിട്ട് ന്യൂഡൽഹി, അതിൻ്റെ സിംഗിൾ സ്പേസ് ഇട്ടിട്ട് ലജ്പത് നഗർ, അത് കഴിഞ്ഞ് സിംഗിൾ സ്പേസിൽ തൊട്ട് താഴെയായിട്ട് ന്യൂഡൽഹി. അത് കഴിഞ്ഞിട്ട് ഡേറ്റ് അടിക്കണം. ഡേറ്റിൽ ഈ കമ്പനി ലെറ്ററിൽ ഡേറ്റഡ് എന്ന് അടിക്കണ്ട. ഓക്കെ, മറ്റേ ലെറ്ററൊക്കെ ഒഫീഷ്യൽ ലെറ്റർ അടിക്കും പോലെ ഇതിൽ ഡേറ്റഡ് എന്ന് അടിക്കണ്ട. ഈ ഡേറ്റിൽ 4 മാർച്ച് 2021 മാത്രം അടിച്ചാൽ മതി. ഇതിൽ ഡേറ്റഡ് എന്ന് കമ്പനി ലെറ്ററിൽ അടിക്കില്ല, ബിസിനസ് ലെറ്ററിൽ ഡേറ്റഡ് എന്ന് അടിക്കില്ല. അല്ലാതെ 14 മാർച്ച് 2021 എന്ന് മാത്രം അടിച്ചാൽ മതി. പിന്നെ അടുത്തത്, അപ്പോൾ ഇത് ഇത്രയും കഴിഞ്ഞല്ലോ. നമ്പർ, അപ്പോൾ നമ്പർ ഉണ്ടെങ്കിൽ നമ്പർ അടിക്കണം. അപ്പോൾ ഈ ഒരു ലെറ്ററിൽ ഇവിടെ നമ്പറില്ല, ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്പറില്ല. നമ്പറുണ്ടെങ്കിൽ ഡേറ്റിൻ്റെ നേരെ ഇടതുവശത്തായിട്ട് നമ്പർ അടിക്കണം. അപ്പോൾ ഇതിൽ നമ്പറില്ല. നമ്പറില്ലാത്തത് കൊണ്ട് അടുത്തത് എന്താ? ടു അഡ്രസ്സിൽ ഇതിപ്പോൾ കമ്പനിയുടെ പേരല്ലല്ലോ കിടക്കുന്നത്, അല്ലേ? കമ്പനിയുടെ പേര് ഇതിൽ മാനേജർ എന്നാണ്, മാനേജർ. അപ്പോൾ അവിടെ ടു തന്നെ വയ്ക്കണം, മെസ്സേജ് എന്ന് വയ്ക്കരുത്. ടു അടിച്ചിട്ട് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് 1.5 സ്പേസ് താഴ്ത്തി മാനേജർ. അഡ്രസ്സ് അടിക്കുമ്പോൾ സിംഗിളിലാണെന്ന് അറിയാമല്ലോ താഴോട്ട്. അപ്പോൾ മാനേജർ കൃഷ്ണ പ്രൊഡക്ഷൻ, അതിൻ്റെ താഴെയാണ് മാനേജർ കൃഷ്ണ പ്രൊഡക്ഷൻ അടുത്ത ജയ്പൂർ രാജസ്ഥാൻ എന്ന് അടിക്കണം. കണ്ടോ? രാജസ്ഥാൻ, എന്നിട്ട് ഫുൾ സ്റ്റോപ്പ്. അത് കഴിഞ്ഞിട്ട് സർ അടിക്കണം. സർ അടിച്ചിട്ട് ചില കമ്പനി ലെറ്ററിൽ എന്ന് വെച്ചാൽ ബിസിനസ് ലെറ്ററുകളിൽ സബ് കാണും. ചിലതിൽ കാണില്ല, ചിലതിൽ കാണും. അപ്പോൾ അതിൻ്റെ താഴെ സറ് കഴിഞ്ഞിട്ട് സബ് അടിക്കണം. 5 സ്പേസ് തട്ടിയിട്ട് സബ് അടിക്കണം. അത് എല്ലാ ക്വസ്റ്റ്യനിലും കാണില്ല കേട്ടോ, ബിസിനസ് ലെറ്ററിൽ എല്ലാ ക്വസ്റ്റ്യനിലും കാണില്ല. അപ്പോൾ സബ്ബും അടിച്ചിട്ട് അടുത്തത് കണ്ടൻ്റ് അടിക്കണം. കണ്ടൻ്റ് അടിച്ച് അടുത്തത് ഈ ക്വസ്റ്റ്യനിൽ താങ്കിങ് യു ഉണ്ട്. ഇവിടെ ഇത് ഫുള്ളും അടിച്ചിട്ട് ഇവിടെ നിന്ന് 10 സ്പേസ് മാറ്റിയിട്ട് നമ്മൾ അടുത്ത പാരഗ്രാഫ് 10 സ്പേസ് മാറ്റണം. സാധാരണ പാരഗ്രാഫ് വരുമ്പോൾ 5 സ്പേസ് അല്ലേ, ഇത് 10 സ്പേസ് മാറ്റിയിട്ട് താങ്കിങ് യു, എന്നിട്ട് കോമ ഇട്ടിട്ട് യുവേഴ്സ് ട്രൂലി, ഇതിൽ ട്രൂലിയാണ്. യുവേഴ്സ് ട്രൂലി കഴിഞ്ഞിട്ട് പേര് ജാറ്റിൻ ശർമ്മ, 4 സ്പേസ് കഴിഞ്ഞിട്ടാണ്. യുവേഴ്സ് ട്രൂലി കഴിഞ്ഞ് 4 സ്പേസും കഴിഞ്ഞിട്ട് ക്യാപിറ്റൽ ലെറ്ററിൽ പേരടിക്കും. നെയിം ക്യാപിറ്റൽ ലെറ്റർ, എപ്പോഴും ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കണം നെയിം അടിക്കുന്നത്. യുവേഴ്സ് ട്രൂലി കഴിഞ്ഞിട്ട്
സിംഗിൾ സ്പേസിൽ 4 വെച്ചിട്ട് കമ്പനിയുടെ പേരടിക്കണം. അത് വിട്ടുപോയി കേട്ടോ. ജാറ്റിൻ ആൻഡ് ബ്രദേഴ്സ് ലിമിറ്റഡ് എന്ന് യുവേഴ്സ് ട്രൂലി കഴിഞ്ഞ് കോമ അടിച്ചിട്ട് 4 എന്ന് വയ്ക്കണം. 4 വെച്ചിട്ട് കമ്പനിയുടെ പേര് ക്യാപിറ്റൽ ലെറ്ററിൽ അടിക്കണം. സിംഗിൾ സ്പേസ് യുവേഴ്സ് ട്രൂലി കഴിഞ്ഞ് സിംഗിൾ സ്പേസിൽ ക്യാപിറ്റൽ ലെറ്ററിൽ കമ്പനിയുടെ പേരടിച്ച് കോമ ഇട്ടിട്ട് അടുത്ത 4 സ്പേസ് കഴിഞ്ഞിട്ട് നെയിം അടിക്കണം. നെയിം ക്യാപിറ്റൽ ലെറ്ററിൽ അടിക്കണം. ജാറ്റിൻ ശർമ്മ. അത് കഴിഞ്ഞ് അതേ ഉള്ളൂ. ഇതിപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നത് തെറ്റാണ്. ബ്രദേഴ്സ് ലിമിറ്റഡ് 4 വെച്ചിട്ട് ജാറ്റിൻ ആൻഡ് ബ്രദേഴ്സ് ലിമിറ്റഡ് താഴെയല്ല. ഒന്നുകൂടി ഇവിടെ ക്വസ്റ്റ്യനിൽ തെറ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയല്ല, യുവേഴ്സ് ട്രൂലി കഴിഞ്ഞ് സിംഗിൾ സ്പേസിൽ 4 വെച്ചിട്ട് ഈ കമ്പനിയുടെ പേര് അവിടെ അടിക്കണം. അത് കഴിഞ്ഞ് 4 സ്പേസ് കഴിഞ്ഞിട്ട് നെയിം അടിക്കണം. ഓക്കെ, മനസ്സിലായല്ലോ?